നല്ല എള്ള് കഴുകി ഉണക്കി പൊടിച്ച് കരിവേപ്പിലയും വെളിച്ചെണ്ണയിൽ വറുത്തെടുത്ത് നല്ല നാടൻ കരിവേപ്പില എള്ളും നല്ല തേങ്ങയും കൂടെ അരച്ച് വേണമെന്നുണ്ടെങ്കിൽ ബദാം യൂസ് ചെയ്യാം വേണമെങ്കിൽ എള്ളുണ്ടയാക്കിയെടുത്താൽ അത് ഹെയർ ഗ്രോത്തിന്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ നോക്കാൻ പോകുന്ന ഷെഫ് നളന്റെ എള്ളുണ്ടയുടെ റെസിപ്പി ആട്ടോ. എള്ളെന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും അറിയാം ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ള ഒരായിട്ടാണ് സ്കിന്നിനും ഹെയറിനും ഒക്കെ. ഇത് ഹൈലി പാക്ഡ് വിത്ത് അയൺ, കാൽസ്യം ആൻഡ് മഗ്നീഷ്യം. നമുക്കിത് റെഗുലർ ആയിട്ട് കൺസ്യൂം ചെയ്യാം കേട്ടോ. ഇതുപോലെ എള്ളുണ്ട ഉണ്ടാക്കിയിട്ട് കഴിക്കാം, അല്ലെങ്കിൽ എള്ള് കഴുകി ഉണക്കി പൊടിച്ച് പാലിലിട്ട് മിക്സ് ചെയ്തും കഴിക്കാവുന്ന കേട്ടോ. എങ്ങനെയായാലും കഴിച്ചാൽ മതി. അപ്പൊ ഇതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇറ്റ്സ് ഇംപ്രൂവ് ഡൈജക്ഷൻ. ഹൈ ഫൈബർ കണ്ടന്റ് ഉള്ള ഒരു ഐറ്റം ആണ് എള്ളുണ്ട എന്ന് പറയുന്നത്, എന്നുവെച്ചാൽ എള്ളെന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് കോൺസ്റ്റിപ്പേഷൻ പ്രിവെന്റ് ചെയ്യാനും ഷുഗർ ലെവൽ ഒന്ന് കൺട്രോൾ ചെയ്യാനും അതേപോലെ തന്നെ അകാല നര പ്രിവെന്റ് ചെയ്യാനും സ്ട്രോങ് ബോൺസിനൊക്കെയാണ് ഈ ഒരു എള്ളിന്റെ ബെനിഫിറ്റ്സ് പറയുന്നത് കേട്ടോ. ഡെയിലി ഒരു എള്ളുണ്ട നമുക്ക് കഴിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു ടീസ്പൂൺ പാലിലിട്ട് മിക്സ് ചെയ്തിട്ടും അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനും വെറുതെ ആയാലും അതിങ്ങനെ കഴിക്കാവുന്നതാണ് കേട്ടോ. ഇനി അടുത്ത് പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറി ലീവ്സ്. കറി ലീവ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഇറ്റ്സ് റിച്ച് ഇൻ അയൺ, കാൽസ്യം, വൈറ്റമിൻ എ, ബി, സി ആൻഡ് ഇ. പിന്നെ നമ്മുടെ ഷുഗർ ലെവൽ ഒന്ന് കൺട്രോൾ ചെയ്യാനും അതേപോലെ തന്നെ പ്രൊമോട്ട് ഹെയർ ഗ്രോത്തിനും. അതുപോലെ തന്നെ കറി ലീവ്സും നമുക്ക് ഒരു 8-10 ലീവ്സ് നമുക്ക് ഡെയിലി എടുക്കാവുന്ന കേട്ടോ. വെറുതെ ഫ്രഷ് കറിവേപ്പില എടുക്കുക, കഴുകുക, കഴിക്കുക. സംഭവം സൂപ്പർബാണ്. ഇനി ആൽമണ്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഇംപ്രൂവ്സ് സ്കിൻ ആൻഡ് ഹെയർ. സ്കിന്നിനും ഹെയറിനും ഒക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് തരുന്ന ഒരു ഐറ്റമാണ്. അത് മാത്രമല്ല ഹൈ ഫൈബർ കണ്ടന്റ് ഉള്ളത് കാരണം കോൺസ്റ്റിപ്പേഷൻ പ്രിവെന്റ് ചെയ്യാനും ഷുഗർ ലെവൽ ഒന്ന് കൺട്രോൾ ചെയ്യാനും യൂസ്ഫുൾ ആണ്. ഇതും അതേപോലെ തന്നെ നമുക്ക് ഓവർനൈറ്റ് സോക്ക് ചെയ്തിട്ട് 10 to 15 നമുക്ക് ആൽമണ്ട് സോക്ക് ചെയ്തിട്ട് അതിന്റെ തൊലി കളഞ്ഞ് രാവിലെ കഴിക്കാവുന്ന കേട്ടോ. ഇനി കോക്കനട്ടിനെ പറ്റി പറയാനാണെങ്കിൽ റിച്ച് ഇൻ മിനറൽസ് ആണ്, ഇംപ്രൂവ്സ് ഡൈജക്ഷൻ, സ്കിന്നിനും അടിപൊളിയാണ്. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിനു മുന്നേ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വെളിച്ചെണ്ണയിലോട്ട് കറിവേപ്പില ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ മിക്സിയുടെ ജാറിലോട്ട് എള്ളും അതേപോലെ തന്നെ തേങ്ങ, ആൽമണ്ട്, കറി ലീവ്സ് ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കാമെന്ന്. ഒരുപാട് പൊടിച്ചെടുക്കരുത്, ചെറിയ തരിയോടുകൂടി തന്നെ പൊടിച്ചെടുക്കാവുന്ന കേട്ടോ. ഇനി ഒരു പ്ലേറ്റിലോട്ട് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനെ എള്ളുണ്ട ആക്കിയെടുക്കാം. ഇങ്ങനെ ബോൾസ് ആക്കി എടുത്തിട്ട് ഡെയിലി ഒരെണ്ണം വെച്ച് നമുക്ക് കൺസ്യൂം ചെയ്യാവുന്ന കേട്ടോ. ഭയങ്കര ബെനിഫിറ്റ് ആണ്. ഇത് മസ്റ്റായിട്ടും നിങ്ങൾ ഒരു മാസം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. എങ്ങനെയുണ്ടെന്ന് അറിയാമല്ലോ. നല്ലൊരു റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ സ്കിന്നിനാണെങ്കിലും ഹെയറിനാണെങ്കിലും അടിപൊളിയാണ്. അപ്പം പിന്നെ ഇത് സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. വെള്ളം ഒട്ടും ഉണ്ടാവരുത്, ചീത്തയായി പോവും. അതുകൊണ്ട് ഒരു എയർ ടൈറ്റ് ആയ കണ്ടെയ്നറിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. ഡെയിലി ഒരെണ്ണം വെച്ച് നമുക്ക് കൺസ്യൂം ചെയ്യാവുന്ന കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്യാത്തവർ മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ശരി.